ഇവിടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ബഹുമാന്യനായ അനിൽകുമാറിന്റെ പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെ ആ പാർട്ടി അംഗങ്ങളായ സ്ത്രീകൾ തന്നെ പരാതി കൊടുത്തിട്ട് പരാതിക്കാരായ സ്ത്രീകൾ പാർട്ടിയിലേ ഇല്ല, മറ്റ് ഈ ആരോപണ വിധേയരായ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട ആളുകൾ ആ പാർട്ടിയിൽ ഇപ്പോൾ ഉന്നത സ്ഥാനത്ത് തുടരുകയാണ്. അതേസമയം താങ്കൾ പറഞ്ഞ ഷഹനാസ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഇപ്പോഴും കോൺഗ്രസ് ആയി തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടം പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് ഷഹനാസ് ഇട്ട പോസ്റ്റ് എന്താണെന്ന് വി ആർ അനൂപിന് അറിയാമോ? എന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ അതേ ആൾ എന്നെ ഇന്ന് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണ് എന്നുള്ളത്. ആരാണ് പുറത്താക്കാത്തവർ? അല്ല, അത് വ്യക്തമല്ലേ മാധു? ഈ ഷഹനാസ് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സാങ്കേതികമാണ് സ്ഥാനാർത്ഥിത്വത്തിൽ തുടരാണ്. അതുപോലെ നിങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയിട്ടുണ്ടോ? അല്ല, ആ രാഹുൽ മാങ്കൂട്ടം പുറത്തല്ലേ? രാഹുൽ മാങ്കൂട്ടം പുറത്തല്ലേ? പാർട്ടിക്ക് പുറത്ത് ഇന്നല്ലേ ആയത്. ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഇത് നോക്കൂ, ഷഹനാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർന്ന ഏറ്റവും മുതിർന്ന ഘടകത്തിലുള്ള ആളൊന്നുമല്ല. കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് ഇപ്പോൾ പോലും ഈ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും ചെറിയ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി. അവരെ ഈ ആരോപണം ഉന്നയിച്ചതിന്, ഈ കാര്യം പറഞ്ഞതിന് പിന്നാലെ അവരുള്ള ഒരിടത്ത് പുറത്താക്കപ്പെടുകയാണ് അവര്. പിന്നീട് അത് ഇന്ന് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, മിനിമം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല. മാധു, അതിനകത്ത് ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. ഷഹനാസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കൾച്ചറൽ സെല്ലായ സാംസ്കാരിക സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അവരെ പുറത്താക്കിയത് ആ ഗ്രൂപ്പിൽ നിന്നല്ല, കോഴിക്കോട് ജില്ലയിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അതിന് ചുമതലയുള്ള ആൾ മാറ്റിയതാണ് തിരിച്ചെടുത്തത്. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും. ഞാനിതിന് ഇന്നടത്തുനിന്ന് പുറത്താക്കി ആ ഇടത്തുനിന്ന് പുറത്താക്കി എന്നൊന്നും പറഞ്ഞില്ല. അവര് പറയുകയാണ് ഇതിന് പിന്നാലെ എന്നെ പുറത്താക്കി. പക്ഷേ അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് പുറത്താക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ കൊള്ളുന്നിടത്ത് പറ്റില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ മാധു, ഇതിനകത്ത് തെറ്റിദ്ധാരണ കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഷഹനാസ് എന്ന് പറയുന്നത് അങ്ങനെ കാര്യമായ പദവിയിലുള്ള ആളല്ല എന്ന് പറഞ്ഞത് തെറ്റ്. അവർ കോൺഗ്രസിന്റെ കൾച്ചറൽസ് അല്ല, സാംസ്കാരിക സാഹിതിയുടെ പദവിയിലില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതല്ല വിഷയവും. നിങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവോ, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കൈവെള്ളയിൽ മറ്റേ വെള്ളിക്കരണ്ടി വെച്ചു കൊടുത്ത നേതാവോ ഒന്നുമല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പോലും നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ സാധ്യമാകുന്നുണ്ട് ആ സംഘടനയ്ക്ക്. ഇവിടെ പിന്നെ താങ്കൾ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടോ എന്നാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഞാൻ കൂടി അംഗമായ KPCCയുടെ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് നഷ്ടം വരുന്നത് ആർക്കാണ് എന്നുള്ളതാണ്. അത് അതിന്റെ ഓരോ വേർഡിന്റെയും അർത്ഥത്തിലെടുത്ത് പറയുന്നത്. സമയം കളയാനാണെങ്കിൽ ശരി, അങ്ങ് പറയൂ, മറുപടി പറയൂ. അല്ല, ഞാനത് വളരെ അങ്ങത് മനസ്സിലാക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഈ താരതമ്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്ന ആളേ അല്ല. ഈ കാര്യത്തിന്റെ ഗൗരവ ആർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആളുമാണ്. പക്ഷെ താങ്കൾ ഇത് പറയാൻ പൂർണ്ണമായി കേൾക്കാനും സന്നദ്ധത പ്രദർശിപ്പിക്കണം. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത സ്ത്രീകൾ അവർ വഹിച്ച സ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ തുടരുകയാണ്. പക്ഷെ CPM-ൽ ഈ പരാതി കൊടുത്ത CPM-നകത്തു നിന്ന് പരാതി കൊടുത്ത സ്ത്രീകൾക്ക് പുറത്തു പോകേണ്ടി വരികയും CPM-ൽ ആരോപണ വിധേയരായ പ്രതിസ്ഥാനത്ത് നിന്ന ആളുകൾ കൂടുതൽ വലിയ പദവികളിൽ നിൽക്കുകയാണ്. ആ താരതമ്യം പ്രസക്തമല്ലേ മാധു? എനിക്ക് സംശയമുണ്ട്. ഷഹനാസ് പരാതി പറയുകയാണ് ചെയ്തത്. കോൺഗ്രസിനുള്ളിൽ വേറെ സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുണ്ടോ? അങ്ങ് പറഞ്ഞത് കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത സ്ത്രീകൾ തുടരുന്നു എന്നാണ്. വേറെ സ്ത്രീകളുണ്ടോ? ഞങ്ങൾക്ക് കണക്ക് തെറ്റുന്നതാണോ? ഞാൻ പറയാം. രാഹുലിനെതിരെ ഇര എന്നുള്ള രീതിയിലല്ല, രാഹുലിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാണെന്നേ. വലിയ ഔദാര്യം. അല്ലല്ല, അതങ്ങനെ കാണരുത്. നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോ അങ്ങനെ താരതമ്യം ചെയ്യണം. നിങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടിയുടെ ബലത്തിലാണ് ഇവിടെ പരാതിക്കാരികൾക്ക് പോലീസ് സംവിധാനം. നിങ്ങളാണ് പറയുന്നത് വലിയ ജനാധിപത്യമുള്ള പാർട്ടിയാണ് എന്ന്. നിങ്ങൾ വലിയ ഔദാര്യത്തോട് പറയാണ് രാഹുലിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ വനിതാ നേതാവ് അവിടെ തുടരുന്നില്ലേ എന്ന്. നിങ്ങൾ ആരോടാണ് ഈ ഔദാര്യം കാണിക്കുന്നത്? വലിയ ജനാധിപത്യമുള്ള പാർട്ടിയിൽ ഇത്രയും അധികം കാര്യങ്ങൾ പുറത്തു വന്നൊരു യുവ നേതാവിനെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്നത് പുറത്താക്കാൻ പര്യാപ്തമായ കുറ്റമാണ് എന്നാണോ പറയുന്നത്? എന്നിട്ടും ഞങ്ങളത് ചെയ്യുന്നില്ല എന്ന ഔദാര്യ പ്രഖ്യാപനമാണോ? അല്ല, ഞാൻ ഇവിടെ മാധവും ഞാനും തമ്മിലാണ് ചർച്ച എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറഞ്ഞു പോകാം. CPM പ്രതിനിധി പറഞ്ഞതിന് ഞാൻ മറുപടി പറയണോ വേണ്ടേ? ഞാൻ പറഞ്ഞത് എന്താ ഇവിടെ CPM-ന്റെ പ്രതിനിധി പറയുന്നു ഇതിന്റെയൊക്കെ ചാമ്പ്യൻ ആവാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്താ? ഇവിടെ P. ശശിക്കെതിരെ
PK ശശിക്കെതിരെ പരാതി പറഞ്ഞ ഇരകളെ നിശബ്ദരാക്കി പൊതുമണ്ഡലത്തിൽ നിന്നേ കളഞ്ഞില്ലേ? അവരെവിടെയുണ്ട്? PK ശശി, P ശശി തുടങ്ങിയവരൊക്കെ ഉൾപ്പെട്ട വിഷയം കേരളം ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അന്നൊക്കെ സ്വീകരിച്ച നിലപാടെന്താ? ഇതൊക്കെ ആവട്ടെ എന്നാണോ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? നിങ്ങൾക്ക് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ആളെ അറിയില്ല, ആ പേര് പറയാൻ കഴിയില്ലേ? രണ്ടാമത്തെ സെന്റൻസ് മുതൽ തുടങ്ങിയതാണല്ലോ P ശശിയും PK ശശിയും. കേരളം ആവശ്യത്തിന് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുകൂടി സംസാരിക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുകൂടി സംസാരിക്കൂ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, രാഹുലിനെ കുറിച്ച് തന്നെയല്ലേ പറയുന്നത്. ആ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ ചർച്ച ബഹിഷ്കരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് പറയാനൊരു പ്രശ്നമില്ലാന്നേ ഞാൻ പറഞ്ഞില്ലേ. അര വാക്കുകൊണ്ട് പോലും ഇത്തരം ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് പ്രതികൾ ന്യായീകരിച്ചിട്ടില്ല. ഇരയായ ആളുകൾ അപമാനിച്ചിട്ടില്ല. പിന്നെ ഈ പറയുന്ന സൈബർ ആൾക്കൂട്ടങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ അപമാനിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണോ? ഒരു കാര്യമില്ല. അല്ലല്ല, കോൺഗ്രസിന്റെ പരിപാടി സംഘടിപ്പിച്ച ഇടത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് സംസാരിക്കുന്നതിനിടയിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അതിക്രമം കാണിച്ചത്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അണികളും ഗുണ്ടാ സംഘങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയുമനു? അല്ല, ഞങ്ങളുടെ നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ രീതിയല്ല, കോൺഗ്രസ് അത് അംഗീകരിക്കുന്നില്ല. ഇതൊന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നാണ് ഇത് മുഴുവൻ ചെയ്തത്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആ സംഘടനയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ, ഇത്രയധികം ചീഞ്ഞു പഴുക്കലുകൾ നടക്കുന്നുണ്ട് എന്നത് തിരിച്ചറിഞ്ഞ് അതിന് ഉതകുന്ന രീതിയിൽ ആ സംഘടനയെ പുതുക്കി പണിയുവാനും. ഇപ്പൊ വേറെ ഒന്നും പറയാനില്ല.